ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കായ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. നേന്ത്രപ്പഴമായാലും ചെറിയ പഴമായാലും പിന്നെ നമ്മൾ സാധാരണ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പച്ചക്കായ ആയാലും ഏതായാലും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ കായൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയുള്ള ഒരു പച്ച ഭാഗം തൊലി കളഞ്ഞിട്ട് ചെറിയ രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, ഒരു സവോള, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ഇനി അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച സവോളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കായയും ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കായ ഞാൻ വളരെ ചെറുതായിട്ടൊന്നും അരിഞ്ഞെടുത്തിട്ടില്ല, ഒരു മീഡിയം സൈസിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതേപോലെ ഞാനിവിടെ ഒരു ചെറിയ 4 പച്ചക്കായകളാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയ സവോളയും തക്കാളിയും എനിക്ക് മതിയായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് സ്കിപ്പ് ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങളെടുക്കുന്ന പച്ചക്കായയുടെ അളവ് കൂടുതലാണെങ്കിൽ വലിയ സവോളയും വലിയ തക്കാളിയും ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഏറ്റവും അവസാനം കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊരു 3/4 ഭാഗം വെന്ത് വന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ ഏകദേശം 3/4 ഭാഗം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുഴുവനായിട്ട് മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ കുറച്ച് മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഏകദേശം 3/4 ഭാഗത്തോളം എടുക്കുന്നുണ്ട്. അതേപോലെ മുളക് പൊടി എരിവുള്ള തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് 1 ടീസ്പൂൺ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്കിനി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം പുളി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറ്റമായിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി തേങ്ങയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് നല്ലപോലെ വേകുന്നവരെ മൂടി വെച്ചിട്ട് വേവിക്കാം. വെള്ളമൊക്കെ ചേർക്കുമ്പോൾ ആദ്യം വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്തിൽ കുറച്ച് വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ. അതൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കായൊക്കെ വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ പച്ചക്കായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്, അസ്സലാമു അലൈക്കും.